എൻ്റെ ഞാൻ വലിയവൻ. തനിനിറം വാർത്തകൾ വായിക്കുന്നത് ജനസേവകൻ തോട്ടപ്പള്ളി. മരം ഒരു വരം തന്നെ. പക്ഷേ കേരള ജനതയ്ക്ക് ഒരു കോടി മരത്തിൻ്റെ ആവശ്യകത ഇനി ഉണ്ടോ? ക്ഷമയോട് ആലോചിക്കുക. കാട്ടിൽ വളരുന്ന മരങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നാട് കാടാക്കുന്നു. തന്മൂലം വീട്ടുവളപ്പിൽ ഒരു വേപ്പിൻ തൈയോ മുളക് തൈയോ പോലും പിടിക്കുന്നില്ല. കാരണം പ്രദേശം മുഴുവനും ചൂടൽ അല്ലെങ്കിൽ ടണലാണ്. നാട്ടിൽ ഇത്രയധികം കൊതുക് വളരുവാൻ പ്രധാന കാരണം മരത്തിൻ്റെ ഇലച്ചിലുകൾ വീണ് ചീഞ്ഞളിയുന്നത് കൊണ്ടാണ്. കേരളത്തിലെ എല്ലാത്തരം കരകൃഷിയും നശിക്കാൻ പ്രധാന കാരണം മരത്തിൻ്റെ ആധിക്യം കൊണ്ട് സൂര്യപ്രകാശം ആവശ്യത്തിന് ഭൂമിയിലേക്ക് പതിക്കുന്നില്ല. ചൂടുകാലം വന്നാൽ പണ്ട് വീടുമുറ്റത്ത് കാറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ കാറ്റിന് കടന്നു വരാൻ മരം തടസ്സം നിൽക്കുന്നു. ഓരോ വർഷം കഴിയും തോറും കേരളത്തിൽ ചൂട് കൂടി വരുന്നു. കിണറും കുളവും വറ്റുന്നു. വേനൽക്കാലത്ത് മരങ്ങൾ പിടിച്ചു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ്. അതുകൊണ്ട് അന്തരീക്ഷോഷ്മാവ് കുറഞ്ഞ് ചൂട് കൂടുന്നു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തെ അപേക്ഷിച്ച് മരം തുലവും കുറവാണ്. എല്ലാത്തരം ഭക്ഷ്യധാന്യങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ മരം വീണ് സാധാരണക്കാരൻ്റെ വീട് തകരുന്നു. പരിസ്ഥിതി പ്രമാണിമാർക്ക് എന്തും പറയാം. കാരണം അവർ ദന്തഗോപുരങ്ങളിൽ വസിക്കുന്നു. സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയില്ല. ഇവർ പ്രകൃതിയെ നന്നാക്കേണ്ട. പ്രകൃതിക്കറിയാം എപ്പോൾ എന്ത് ചെയ്യണമെന്ന്. പാഠം 21 കാണാൻ മറക്കല്ലേ കൂട്ടുകാരെ.